മക്കളെ, നമ്മളിതാ 7th CBSE കടന്നു അല്ലേ. 6ാം ക്ലാസ്സിലെ കൊച്ചുകുട്ടികളിൽ നിന്നൊക്കെ നമ്മൾ വലിയ ടോപ്പിക്സ് ഒക്കെ ഇനി പഠിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ സയൻസിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളതും പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വളരെ ആവശ്യകരമായിട്ടുള്ളതും അത് മാത്രമല്ല ഹയർ ക്ലാസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു ടോപ്പിക്കാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പല ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും മറ്റൊന്ന് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും. സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുക, ദേ മേക്ക് ദെയർ ഓൺ ഫുഡ് എന്ന് പറയുന്നതാണ്. അതായത് പ്ലാന്റ്സ്, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോസിന്തസിസ് നടത്തി സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നവരാണ്. അപ്പോൾ ഗ്രീൻ പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ദേ ക്യാൻ മേക്ക് ദെയർ ഓൺ ഫുഡ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, പകരം അവർ എന്ത് ചെയ്യും, ദ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഫുഡ് കൺസ്യൂം ചെയ്യുന്നവരെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ന്യൂട്രീഷനെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത്. ഇനി ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് തന്നെ പല കൈൻഡ് ഓഫ് ഉണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പറയുന്നതാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ, രണ്ടാമത്തേത് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ, ദെൻ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇത് ഓരോന്നും മിസ് പറഞ്ഞു തരാം. പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന, ഇപ്പം ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ കാണുന്ന പേന്, അല്ലെങ്കിൽ നമ്മൾ ഈ നായ്ക്കളുടെ അല്ലെങ്കിൽ ഡോഗ്സിൻ്റെ ഒക്കെ മേലെ കാണുന്ന ലൈസസ് ഒക്കെ ഉണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ന്യൂട്രീഷനാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ. അതായത് ചില ഓർഗാനിസംസ് മറ്റു ഓർഗാനിസത്തിന് മേലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ഫുഡ് ഇങ്ങനെ എന്ത് ചെയ്യും, അപഹരിച്ച് കഴിക്കും. ആ ഒരു കൈൻഡ് ഓഫ് ന്യൂട്രീഷനാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ. പ്ലാന്റ്സിലും ഇതുപോലെ തന്നെയുണ്ട്. ഈ പറയുന്ന ലൊറാന്തസ് ഒക്കെ പോലത്തെ പ്ലാന്റ്സും പാരസൈറ്റിക് ന്യൂട്രീഷൻ കാണിക്കുന്നവരാണ്. ചില പ്ലാന്റ്സ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും കാണിക്കുന്നുണ്ട്. രണ്ടാമത്തേതാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ ഡെഡ് ഓർഗാനിക് മാറ്ററെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ പറയുന്ന മഷ്റൂംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചതുപ്പ് നിലങ്ങളിൽ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ലോഗ്സുകളൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ന്യൂട്രീഷൻ, അതായത് എന്തെങ്കിലും ജീർണിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഡെഡ് മാറ്ററിനെ തിന്നുന്ന ജീവികൾ, അതാണ് അവരുടെ ഫുഡ് എന്ന് പറയുന്നത്. അതാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. മൂന്നാമത്തേത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ഭക്ഷണം മുഴുവനായിട്ട് കഴിക്കുന്നു, അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുന്നു, വേസ്റ്റിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ഇതാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. നമ്മൾ മനുഷ്യർ എടുക്കുന്ന ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ്. ഇനി അമീബയൊക്കെ കാണിക്കുന്ന ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനാണ്. അപ്പം ഈ ഒരു 7th അത് കൂടാതെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിലും ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്കും ബേസിക് ആയിട്ട് വേണ്ട ഒരു കോൺസെപ്റ്റാണ് ന്യൂട്രീഷൻ. ഇത് നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കാം. സോ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ എന്തായാലും നമ്മൾ കാണണം. ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസും ലൈവുകളൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. സോ സീ യു സൂൺ മക്കളെ, ബൈ.